ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യന്റെ പ്രശ്നമല്ല, പലരുടെയും പ്രശ്നം. മനസ്സിലായില്ലേ? നമുക്ക് അവരുടെ പ്രശ്നമാണ്. അവർക്കൊരു പെർമനന്റ് ടൈറ്റിൽ കിട്ടി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. നെഞ്ചത്തടിച്ച് കരയാണ് സ്ത്രീകൾ. ഒരു പണയം വയ്ക്കാൻ പോലും പറ്റുന്നില്ല ഈ ഭൂമി. അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്, പൈസ കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. അത് കുറേ വർഷങ്ങൾക്ക് ശേഷം, പൈസ കൊടുത്തത് 90-ലാണ്, 32 വർഷത്തിന് ശേഷം അതൊരു വിഷയമായി വരികയാണ്. പലരും വേറെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് വാങ്ങിച്ചാണ്. അപ്പം ആ പാവങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കണം. പക്ഷെ കുറേ ആളുകൾ ശ്രമിക്കുന്നത് അവരെ മുമ്പിൽ നിർത്തി, അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടരുത്, അവരെ മുന്നിൽ നിർത്തി ഇതൊരു മതപരമായി ഭിന്നിപ്പുണ്ടാക്കാനാണ്. അത് ഉണ്ടാക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളൊക്കെ ഞങ്ങൾക്ക് പിന്തുണ തരണം. ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ഭിന്നിപ്പുണ്ടാക്കി അതിൻ്റെ അകത്ത് ഇടയിൽ ഓരോരുത്തരുടെ വാചകത്തിന്റെ പുറത്തുള്ള ഇത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒരുമിച്ച് തീരുമാനിച്ച് UDF ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോഴും അത് അദ്ദേഹം പറഞ്ഞോട്ടെ. നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം കൂടി കേട്ട് കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഇത് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തൊരു വിവാദത്തിന്റെ ഒന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് ബില്ല് പാസ്സാക്കിയാൽ ഇപ്പോഴുള്ള വിവാദ ഭൂമിയായ സമ്പലിൽ വരെ പ്രശ്നമുണ്ടാവും. സമ്പലിൽ വരെ പ്രശ്നമുണ്ടാവും. ഈ സമ്പലിലെ ഭൂമിയിൽ വരെ പ്രശ്നമുണ്ടാവും ഈ വഖഫ് ബില്ല് പാസ്സായ. അത് മനസ്സിലാക്കുന്നത്, എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ എല്ലാവരും പറഞ്ഞ് തർക്കിച്ച് അവസാനം സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ ഈ വഖഫ് ബില്ല് കൊണ്ടുവന്നാലേ, ഇത് പാസ്സായാലേ പരിഹരിക്കുള്ളൂ എന്നുള്ള സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയിലേക്ക് എല്ലാവരും എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ്. ആ കെണിയിൽ എല്ലാവരും വീഴാതിരിക്കാൻ നോക്കുക, അത്രയും. ഇതിൻ്റെ അകത്ത് അറിയാമല്ല, ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയുടെയും പ്രത്യേകത എന്താ? പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. എതിർ വിഭാഗത്തിലെ തീവ്രവാദികൾ ശക്തരാകണമെന്നാണ് ഇവരാഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല. മനസ്സിലായോ? അവർക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഇവർ ശക്തരാകണം. ഏതെങ്കിലും ഒരു കൂട്ടത്തിലെ തീവ്രവാദികൾ ദുർബലരായാൽ രണ്ടു കൂട്ടർക്കും നിലനിൽപ്പില്ല. പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും. അവർ തമ്മിൽ സന്ധിയും. പക്ഷേ സർക്കാരിന് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഇത്രയും ഗൂഢമായിട്ട് ചില രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ ഇതിനൊരു പ്രശ്നം, ശാശ്വതമായ പരിഹാരം കാണാൻ എന്തുകൊണ്ടാണ് സർക്കാർ? അവിടെയാണ് പ്രശ്നം. അതായത് സർക്കാർ അനങ്ങിയത് എപ്പോഴാണ്? പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാനൊരു കത്ത് കൊടുക്കും മുഖ്യമന്ത്രിക്ക്, ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം. അപ്പോഴാണ് സർക്കാർ ഒരു ഉന്നതതല യോഗം പോലും വിളിക്കുന്നത്. ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചില്ല, ഉന്നതതല യോഗം വിളിച്ചിട്ട് ഈ കമ്മീഷൻ വെച്ച് ഇത് ഡിലേ ചെയ്യിപ്പിച്ച് പോവാം. സംഘപരിവാരം ആഗ്രഹിക്കുന്നത് ഇത് ഡിലേ ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതെ പോകണമെന്നാണ്. ഈ കമ്മീഷന്റെ അജണ്ട എന്താ? ടേംസ് ഓഫ് റെഫറൻസ് എന്താ? ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ടേംസ് ഓഫ് റെഫറൻസ് ആണോ ഈ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്? ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിയമപരമായി കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇത് നേരത്തെ 2 സുപ്രധാനമായ ഹൈക്കോടതി വിധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ അഭിപ്രായം പറഞ്ഞത് ആ വിധി 2 ഹൈക്കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായമാണ് ആ ഹൈക്കോടതി വിധിയിൽ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇവർക്ക് നേരത്തെ ഒരു തീർപ്പുണ്ടായത്. ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടായത് അങ്ങനെയാണ്. വീണ്ടും വന്നത് എന്തുകൊണ്ടാണ്? 2019 ഈ പ്രോപ്പർട്ടി അപ്പോഴാണ് വഖഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തത്. നിങ്ങൾ ആലോചിച്ചോളാം. 2019 1950 വഖഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഭൂമിയാണിത്. 50 അപ്പോൾ 69 വർഷത്തിന് ശേഷമാണ് ഇത് വഖഫ് രജിസ്റ്ററിൽ വന്നത്. ഈ വഖഫ് രജിസ്റ്ററിൽ വന്നതിന് ശേഷമാണ് അവരോട് നികുതി മേടിക്കരുത് എന്നുള്ള ഉത്തരവ് പോയത്. മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ എപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പലരും ഇത് പഠിക്കുന്നില്ല. പഠിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഇതിൻ്റെ പഴയ കാര്യങ്ങൾ നോക്കാം. ഞങ്ങൾ വളരെ മനസ്സിലാക്കി കൃത്യമായ ചർച്ചയിലൂടെയാണ് നിലപാട് പറഞ്ഞതെന്നാണ് VD സതീശൻ വ്യക്തമാക്കുന്നത്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാക്കളോടുകൂടി തന്റെ നിലപാട് കുറച്ചുകൂടി വ്യക്തമായി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടെ ആളുകൾ താമസമുണ്ടെങ്കിൽ അത് വഖഫ് ആകില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറഞ്ഞത്. ഇതിനെതിരെയാണ് KM ഷാജിയൊക്കെ രംഗത്ത് വന്നത്.